നമ്മൾ വെടിനിർത്തി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനു മുമ്പ് ലോക രാജ്യങ്ങളെ പരിശോധിക്കുമ്പോൾ അമേരിക്ക, ഇസ്രായേൽ കഴിഞ്ഞാൽ ഇന്ന് ലോക രാജ്യത്ത് ഇനിയുള്ള ഒരു പാകിസ്ഥാനിൽ നിന്നുള്ള ഏത് ഒരു ഈ പറയുന്ന ഭീകരവാദ ആക്രമവും അല്ലെ ടെററിസ്റ്റ് ആക്രമവും യുദ്ധ പ്രഖ്യാപനമായിട്ട് കണ്ട് തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു. അതാണ് ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞത്. അപ്പൊ തൽക്കാലത്തേക്കുള്ള ഇതെങ്കിലും ഏതെങ്കിലും രീതിയിൽ പ്രകോപനം ഉണ്ടായാൽ നമ്മൾ തിരിച്ചടിച്ചിരിക്കും. അതാണ് ഇന്നലെ വെടിനിർത്തൽ കരാറിനകത്ത് ഏറ്റവും വലിയ പ്രഖ്യാപനം. ഇതിനു മുമ്പ് ഇത് അമേരിക്കയും ഇസ്രായേലും മാത്രമേ നടത്തിയിട്ടുള്ളൂ. വേറെ ഒരു രാജ്യവും നടത്തുന്നതിന് വേണ്ടി ശ്രമം അല്ലെങ്കിൽ തുനിഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള പ്രഖ്യാപനം ഉണ്ട്. വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, വെടിനിർത്തൽ ഇന്നലെ വെടിനിർത്തലിന് ശേഷം ഇന്നലെ രാത്രി വീണ്ടും പ്രകോപനം ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അവരത് പറഞ്ഞതിന് ശേഷം ഏതാണ്ട് 6 മണിക്ക് ശേഷം പഞ്ചാബ് മേഖല, കാശ്മീർ മേഖല, അല്ലെങ്കിൽ രാജസ്ഥാൻ മേഖല, ഗുജറാത്ത് മേഖലയിലൊക്കെ ഡ്രോണുകൾ വരികയും വീണ്ടും നമ്മൾ തിരിച്ചറ്റാക്ക് ചെയ്യുകയൊക്കെ ചെയ്ത് വീണ്ടും സംസാരിച്ചതിന് ശേഷം അതിനുശേഷം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.